അഭിമന്യു തുടർ ഭരണത്തിന് അഡ്വക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. തുടർ ഭരണം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷം തിരിച്ചു വരണം. ഇടതുപക്ഷം തിരിച്ചു വരുമ്പോൾ ഇപ്പം ഇത്തവണത്തെ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ യുവാക്കൾക്ക് പ്രാതിനിധ്യമുണ്ടോ? അർഹതപ്പെട്ട പ്രാതിനിധ്യം ആ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടോ? കൃത്യമായി പ്രാതിനിധ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ എനിക്ക് പറഞ്ഞു വെക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മളിപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്ത് ഗോകുലായാലും അല്ലെങ്കിൽ ആഞ്ചലോ ആയാലും പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന്, നമ്മൾ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്തിട്ട് ഇതാണ് ഫാക്റ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള വാദങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് കൃത്യമായി കണക്കുകൾ പറഞ്ഞു തന്നെ സംസാരിച്ചു പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിലെത്തിയ സമയത്ത് ഏതാണ്ട് 90,000-ലധികം സ്കൂളുകളാണ് ഇന്ന് ഈ രാജ്യത്ത് അടച്ചുപൂട്ടിയിട്ടുള്ളത്. അതേസമയം നമ്മൾ കേരളത്തിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു പൊതുവിദ്യാലയം പോലും അടച്ചു പൂട്ടിയിട്ടില്ല എന്നുള്ള ഒരു കൃത്യമായ കണക്ക്. അത് കണക്ക് മുന്നോട്ട് വയ്ക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരോ അല്ല കണക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. അത് കൃത്യമായ അംഗീകൃതമായിട്ടുള്ള, ഇപ്പം നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ രാജ്യത്ത് തന്നെ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്നുള്ള നിലയിൽ ഈ പിണറായി വിജയൻ ഗവൺമെൻറ് 2016 അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 28ാം സ്ഥാനത്തായിരുന്നത് ഇപ്പോൾ 1ാം സ്ഥാനത്താണ്. ഇതെല്ലാം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ നടത്തിയിട്ടുള്ള കൃത്യമായ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം മുന്നേറ്റങ്ങൾ ഈ പറയുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യർക്കും അനുഭവിക്കാൻ കഴിഞ്ഞത്. ഇപ്പം ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന, അല്ലെങ്കിൽ ഞാനൊരു 9ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്നിവിടെ UDF ഗവൺമെൻറ് ആയിരുന്നു. ഞങ്ങൾക്ക് കൃത്യമായിട്ട് പാഠപുസ്തകം കിട്ടിയിട്ടില്ല. അതുപോലെ ഞങ്ങൾ എഴുതാത്ത പരീക്ഷകൾ ഞങ്ങൾ പലരും പാസ്സായിട്ടുണ്ട്. അതായത് ഞാനല്ല, ഞങ്ങളുടെ പല സുഹൃത്തുക്കളും എഴുതാത്ത പരീക്ഷകൾ പാസ്സാക്കി വിടുന്ന എന്താണ് ഒരു വിസ്മയമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി നമുക്കുണ്ടായിരുന്നു. അതുപോലെ ഓണം നേരത്തെ വന്നതുകൊണ്ട് ഓണപരീക്ഷ നടത്താൻ പറ്റിയില്ല തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ വെച്ചിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മാറി വിദ്യാർത്ഥികൾക്ക് കൃത്യമായി പാഠപുസ്തകങ്ങൾ എത്തിക്കുകയും ഇവിടുത്തെ ആരോഗ്യ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ മേഖല നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായൊരു കണക്ക് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്. അതായത് പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 12% ഇന്ന് അത് 5% കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ്റിന് 10 വർഷത്തിനകത്ത് സാധിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് അപ്പുറത്തേക്ക് അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം, ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള അമേരിക്ക പോലും കേരളത്തിന് പിന്നിലാണ് എന്നുള്ള ഒരു വലിയ കണക്ക് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റും. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, നേരത്തെ ഗോകുൽ പറഞ്ഞതിൻ്റെ ഒരു കൃത്യമായ ഫാക്ട് ചെക്ക് കൂടിയാണ് ഞാൻ വയ്ക്കുന്നത്. 2014 നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്ത് 2 കോടി തൊഴിലവസരങ്ങളാണ് ഈ രാജ്യത്തെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് നൽകും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. ആ തൊഴിലവസരങ്ങളെ പറ്റിയിട്ട് ഈ പറയുന്ന ഗോകുൽ എന്താണ് പറയാനുള്ളത് എന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ നമ്മൾ കുട്ടികളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേഷൻ നടത്തുന്ന കുട്ടികളുടെ എണ്ണം കുറവുള്ളത് കേരളത്തിലാണ്. അതും കണക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ പലതരത്തിലുള്ള സൂചികകളുടെ ഭാഗമായിട്ടാണ്. താരതമ്യം ചെയ്ത ഒരു വലിയ സംസ്ഥാനമല്ലേ ഉത്തർപ്രദേശ്? കേരളം ഒരു ചെറിയ സംസ്ഥാനമല്ലേ? 2 കോടി ജനസംഖ്യ ഉണ്ട്. 4 കോടി ജനസംഖ്യയുള്ള കേരളമാണ്. താരതമ്യം എങ്ങനെ സാധിക്കും? ശരി, ഞാൻ ചോദിക്കണതിന് മറുപടി പറയാം. ഒരു തിരുത്തുണ്ട്. ഒരു തിരുത്തുണ്ട്. നമസ്കാരം. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൂട്ടിയിട്ടില്ല എന്ന അഭിമന്യുവിന്റെ കണക്കിനകത്ത് ഒരു ചെറിയ പിഴവുണ്ട്. അതായത് മതിയായ വിദ്യാർത്ഥികളില്ല. കണ്ണൂർ ജില്ലയിൽ 6 വർഷത്തിനിടെ പൂട്ടിയത് 8 സ്കൂളുകളാണ്. 3 മാത്രം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ. അത് ഏതൊക്കെ സ്കൂളാണെന്ന് പറഞ്ഞു തന്നായിരിക്കും. കേരളത്തിൽ 2 വർഷത്തിനുള്ളിൽ 201 സർക്കാർ സ്കൂളുകൾ കുറഞ്ഞു. കണക്ക് പുറത്തുവിട്ടത് കേന്ദ്രമാണ്. പല സംസ്ഥാനങ്ങളിലും വർധനവുണ്ട്. ഈ ആദ്യം പറഞ്ഞല്ലോ, വെല്ലുവിളിച്ചൊരു ചോദ്യമായിരുന്നു അത്. അതിനുള്ള ഉത്തരം മാത്രമാണ്. ഈ രണ്ടാമത്തെ കാര്യം, വ്യവസായ സൗഹൃദ ഒരു സംസ്ഥാനമല്ല കേരളം എന്നുള്ളതിനകത്ത് ഉറച്ചു നിന്ന് പറഞ്ഞുകൊണ്ട് വരാം. അതായത് കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പുതിയ സ്റ്റാർട്ടപ്പ് ആവത്തില്ല. അതായത് വെറും ഒരു രജിസ്ട്രേഷൻ കൊണ്ട് മാത്രം പുതിയൊരു വ്യവസായ സൗഹൃദ കേരളമാണെന്ന് പറയാൻ സാധിക്കില്ല. വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവതലമുറ കേരളം വിട്ടു പോകുന്നതിനകത്ത് കൃത്യമായ കാരണങ്ങളുണ്ട്. ഈ സർക്കാർ എന്താണ് അതിനെ തടയാൻ വേണ്ടി ഈ കാലയളവിൽ 10 വർഷക്കാലം ഉത്തരവുണ്ടോ? നിങ്ങൾ ഈ സർക്കാരിനെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം വന്നിരുന്ന ഈ ചർച്ചയ്ക്ക് കൊള്ളയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തർക്കിക്കരുത്. കാരണം ഈ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ മാത്രം പൂട്ടിപ്പോയ 3 സ്കൂളുകൾ
എംഎൽഎയാണ് അല്ലെങ്കിൽ ഏത് എംഎൽഎക്കെതിരെയാണ് അഴിമതി ആരോപണം ഉണ്ടായത്? ഇനി മനോരമയുടെ വാർത്തയാണ് കേരളത്തിൽ 2 വർഷത്തിനുള്ളിൽ 201 സർക്കാർ സ്കൂളുകൾ കുറഞ്ഞു. 2 വർഷത്തിനുള്ളിൽ ഈ വാർത്ത കൃത്യമായി അഴിമതി ആരോപണം 2026 കണക്കുകളാണ്. നിങ്ങൾ അതുകൊണ്ട് കള്ളം പറയരുത്. നിങ്ങൾ അതുകൊണ്ട് ഏതെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി തന്നിരിക്കുന്ന കണക്കുകൾ ചുമ്മാ വായിച്ചുകൊണ്ട് പൊള്ളയ വാദങ്ങൾ ഇവിടെ ഉന്നയിക്കരുത് കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി അഭിമന്യുവിന് മറുപടി പറയാം. ആഞ്ചലോ കഴിഞ്ഞ തവണ സംസാരിച്ച സമയത്ത് പറഞ്ഞു ഒരുപാട് അഴിമതി ആരോപണങ്ങളെ പറ്റി പറഞ്ഞു. അതുപോലെ ഒരുപാട് MLA-മാർ അഴിമതി ആരോപണത്തിൽ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു MLA-യുടെ പേര് പറയാമോ? ഒരു കൃത്യമായ ഒരു അഴിമതി ആരോപണം നിങ്ങൾക്ക് അത് മാത്രമല്ല, അത് സഭയിൽ കൃത്യമായി തെളിയിക്കാമല്ലോ. അവിശ്വാസ പ്രമേയം എന്ന് പറയുന്ന ഞാൻ ആഞ്ചലോ സംസാരിച്ച സമയത്ത് ഞാൻ മിണ്ടായിരുന്നു. അതായത് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള കൃത്യമായ രീതികൾ നിയമസഭയിൽ നിലനിൽക്കെ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് കഴിഞ്ഞ 5 വർഷം അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചില്ല ഒരു MLA-ക്കെതിരെ പോലും? പിന്നെ കണ്ണൂർ ജില്ലയിൽ പൂട്ടിയ സ്കൂളുകളുടെ പേര് പറയാൻ പറഞ്ഞിട്ട് അത് പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു സ്കൂൾ പൂട്ടിയെന്ന് അങ്ങ് പറഞ്ഞാൽ മതിയോ? ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പേര് പറയണം കൃത്യമായിട്ട്. കണക്കുകൾ വെറുതെ അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഫാക്റ്റ് ആയിരിക്കണം പക്കയായിട്ട്. ശരി.